ആകാശവാണി. നമസ്കാരം. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്രമായ മാറ്റങ്ങളെയും പരിഷ്കാരങ്ങളെയും സംബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക ചർച്ചയിലേക്ക് സ്വാഗതം. ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് ജവഹർ നവോദയ വിദ്യാലയത്തിലെ റിട്ടയർഡ് ചിത്രകലാ അധ്യാപകനും 2020 ദേശീയ അധ്യാപക അവാർഡ് ജേതാവും 2011 ICT ദേശീയ അവാർഡ് ജേതാവുമായ ശ്രീ BS സജികുമാറാണ്. ഒപ്പം ഞാൻ സുധിൻ സൈനുദ്ദീൻ. നമസ്കാരം സാർ, ചർച്ചയിലേക്ക് സ്വാഗതം. നമസ്തേ. നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് ക്ലാസ് മുറികളാണെന്ന് പറയാറുണ്ട്. മാറുന്ന ലോകത്തിനൊപ്പം സഞ്ചരിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ രീതികളിലും വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ പാകുന്നത് പ്രാഥമിക തലത്തിലാണ് എന്നുള്ളത്. ഒരു കുട്ടിക്ക് ഏറ്റവും വേഗത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കാനും ആശയവിനിമയം നടത്താനും സാധിക്കുന്നത് താൻ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഭാഷയിലൂടെയാണ്. എന്നാൽ ആഗോളവൽക്കരണത്തിന്റെ ഈ കാലത്ത് അന്യഭാഷാ പഠനത്തിന് അമിത പ്രാധാന്യം ലഭിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മാതൃഭാഷയുടെ സ്വാഭാവികമായ കരുത്തിനെ മറന്നു പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ശരിക്കും മാതൃഭാഷയിലുള്ള പ്രാഥമിക വിദ്യാഭ്യാസം കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുമോ? അതേക്കുറിച്ച് വിശദീകരിക്കാമോ? തീർച്ചയായും കുട്ടികൾ മാതൃഭാഷയിൽ ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കുമ്പോൾ മറ്റേതൊരു ഭാഷയിൽ കൂടി മനസ്സിലാക്കിയെടുക്കുന്നതിനേക്കാളും അതിൻ്റെ ഡെപ്തിലേക്ക് ആ കുട്ടിക്ക് ചിന്തിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും കഴിയും. അതുകൊണ്ടാണ് ഇപ്പോഴും പുതിയ പാഠ്യപദ്ധതിയിൽ മാതൃഭാഷ കൂടി ആഡ് ചെയ്തിരിക്കുന്നത്. മറ്റേത് ഹിന്ദി, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ അതാത് സ്റ്റേറ്റിൽ ലോക്കലൈസ് ചെയ്തിട്ടുള്ള ഭാഷ പലപ്പോഴും നമ്മളൊന്നും മിസ്സായിക്കൊണ്ട് പല കുട്ടികൾക്കും, കേരളത്തിലുള്ള കുട്ടികൾക്കും ശരിയായ രീതിയിൽ മലയാളം ഉപയോഗിക്കാൻ അറിയാത്ത ഒരു സ്ഥിതിവിശേഷം നമുക്കുണ്ടായിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇത് വന്നു കഴിയുമ്പോൾ മൾട്ടി ലിംഗ്വലിസം എന്നുള്ള ഒരു ഇതിൽ ഭാരതത്തിലെ എല്ലാ ഭാഷകളും ഭാരതത്തിനെ അറിയുക അല്ലെങ്കിൽ നമ്മുടെ നാടിനെ അറിയുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലൂടെ ക്ലാസ് റൂമിലുള്ള അനുഭവങ്ങൾ നമുക്ക് പുറം ലോകമായിട്ട് കണക്ട് ചെയ്യണം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കാര്യങ്ങൾ കണ്ട് ചെയ്ത് മനസ്സിലാക്കിയിട്ട് ക്ലാസ് റൂമിനെ എങ്ങനെ സമൂഹത്തിലേക്ക്, ആ പഠനത്തെ എങ്ങനെ സമൂഹത്തിൻ്റെ ഒരു വളർച്ചയിലേക്ക് നയിക്കാം എന്നുള്ള കാഴ്ചപ്പാടിലാണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ കുട്ടികളുടെ വളർച്ചയുടെ ആദ്യഘട്ടങ്ങൾ വളരെ പ്രധാനമാണല്ലോ. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് 3 വയസ്സ് മുതൽ തന്നെ കുട്ടികൾ പഠനത്തിന്റെ ഭാഗമാണ്. ഇത്ര ചെറിയ പ്രായത്തിലെ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് കുട്ടികളുടെ മാനസിക വികാസത്തെ എത്തരത്തിലാണ് സ്വാധീനിക്കുക? അല്ല, ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് ബാലവിക എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ വർണ്ണക്കൂടാരം പോലെയുള്ള ചെറിയ നഴ്സറി തലം മുതൽ നമ്മൾ അംഗൻവാടി മുതൽ കുട്ടികൾ കാര്യങ്ങൾ കളിയിലൂടെ പഠിക്കുക, അല്ലെങ്കിൽ കലയിലൂടെ പഠിക്കുക, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നാണ് നമ്മളതിന് പറയുക. പ്രായോഗികമായിട്ട് തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് കൃഷിയും കലയും സംസ്കാരവും അതോടൊപ്പം തന്നെ കായികമായിട്ടുള്ള എല്ലാ ഏരിയയിലും അവർക്ക് മാനസികമായിട്ട് കൂടുതൽ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ കിട്ടുമ്പോൾ പഠനത്തെ അവർ ജീവിതകാലം മുഴുവൻ വളരെ ഉത്സാഹത്തോടെ നോക്കിക്കാണും. നേരെ മറിച്ച് ഒരു ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒരു പക്ഷേ അവരുടെ പഠനത്തോടുള്ള താല്പര്യം ആ ഒരു പ്രായത്തിൽ കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാഴ്ചപ്പാടിലേക്ക്, എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലേക്ക് വന്നത്. അപ്പോൾ ഏകദേശം ഒരു 85% പഠനങ്ങൾ പലതും പറയുന്നത് ഈ ഒരു ചെറിയ പ്രായത്തിലാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ്സ് വരും. നമ്മുടെ കൾച്ചർ ഹെറിറ്റേജിനെ കുറിച്ച്, നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പ് ആ ഒരു തലത്തിലാണ്. അപ്പോൾ കുട്ടിക്ക് എപ്പോഴും തങ്ങളുടെ മേഖല ഏതാണെന്ന് കണ്ടെത്താൻ എല്ലാ തരത്തിലുമുള്ള എക്സ്പീരിയൻഷ്യൽ അവർക്ക് ആവശ്യമാണ്. അപ്പം പ്രായോഗികമായിട്ട് നമുക്ക് എന്തൊക്കെയാണോ ആ ഒരു പ്രായത്തിൽ പഠിക്കാൻ പറ്റുന്നത്, അത് പാചകമായാലും കലയായാലും പഠനമായാലും വായനയായാലും കമ്പ്യൂട്ടർ ടെക്നോളജി ബേസ്ഡുള്ള കാര്യങ്ങളായാലും ആ ഒരു തലത്തിൽ നമ്മളെല്ലാം അനുഭവിച്ച് കണ്ടറിഞ്ഞ് ചെയ്യണമെന്നുള്ള കാഴ്ചപ്പാടിലാണ് അതങ്ങനെ. പക്ഷേ അതിനകത്ത് 1-2 ചലഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിന് ഇപ്പോൾ അംഗൻവാടിയിലൊക്കെ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ പലപ്പോഴും നമുക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ചില താമസം ഉണ്ടാവും. അതിൽ ടീച്ചേഴ്സിന് ഇതിനനുസരിച്ചിട്ട് ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു കാലതാമസം ഉണ്ടാകും. പക്ഷേ ഇതിനൊക്കെ 2030 ആകുമ്പോഴത്തേക്ക് ഒരു ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിലുള്ള ചില നടപടിക്രമങ്ങൾ ആൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് അതിന് ഒരുപാട് ഘട്ടമായിട്ടുള്ള ട്രെയിനിങ് സെക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. വർണ്ണക്കൂടാരം പോലുള്ള പല സ്കൂളുകളും നല്ല രീതിയിൽ ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒക്കെ സഹായത്തോടു കൂടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഷെയർ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് ചെയ്തു പോകുന്നുണ്ട്. മറ്റൊരു ചോദ്യം, കുട്ടികളുടെ ആദ്യകാല പഠന കേന്ദ്രങ്ങളാണല്ലോ അംഗനവാടികളും പ്രീ സ്കൂളുകളും. ഇവയുടെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? ഒന്ന്, നമുക്ക് ഏകദേശം ഒരു 10 ലക്ഷം രൂപ വരെ ഒരു സ്കൂളിന് കൊടുത്തുകൊണ്ട് ബാലവിക എന്നുള്ള രീതിയിൽ ഒരു 60% സെൻട്രൽ ഫണ്ടും ഒരു 40% സ്റ്റേറ്റിൻ്റെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പല സ്കൂളുകൾക്കും കുട്ടികൾക്ക് വേണ്ടുന്ന പഠന സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കളിക്കാനുള്ള ഉപകരണങ്ങൾ, കമ്പ്യൂട്ടർ എയ്ഡ്, അതുപോലെ തന്നെ കായികമായിട്ട് അവർക്ക് ഒരു ഉല്ലാസം തോന്നിക്കുന്ന രീതിയിൽ വർണ്ണശബളമായിട്ടുള്ള ഒരു ചെറിയ പാർക്ക്,
സയൻസ് ലാബ് ഇങ്ങനെയുള്ള എല്ലാം കൂടെ ചേർത്തുകൊണ്ട് അവർക്ക് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് ആ ക്ലാസ് റൂമിൽ കയറി കഴിയുമ്പോൾ അവർക്കൊരു ഗാർഡൻ എൻവയോൺമെൻറ്റ് ഫീൽ ചെയ്യണം. മരങ്ങളും വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആ കുട്ടിക്ക് കൂടുതൽ പഠനത്തോട് താല്പര്യം വരും. ഒരു ക്ലാസ് റൂമിൽ അടച്ചിട്ട് ഒരു കുട്ടിയെ ഒരു കാര്യം പഠിപ്പിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി അവർ വളരെ വൈഡായിട്ടുള്ളൊരു സ്പേസിലേക്ക് ചെല്ലുമ്പം സ്കൂളിലേക്ക് പോകാനും അവിടെ ഇരിക്കാനും അവിടെ ഇരുന്ന് പാട്ടും പപ്പട്രി ഷോ പോലുള്ള കാര്യങ്ങളും അതുപോലെ നമുക്ക് പറയാം റോബോട്ടിക്സ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ലെസൺസ് വളരെ ചെറുപ്പത്തിലെ തന്നെ കുട്ടികൾക്ക് കൊടുത്തു കഴിയുമ്പോൾ പഠനത്തിന് അവർക്ക് കൂടുതൽ താല്പര്യം കാണും. അപ്പോൾ അത് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ 3rd ആനിവേഴ്സറിയിൽ ഡൽഹി വെച്ച് നടന്ന അതിനൊരു മോഡൽ അവർ അവതരിപ്പിച്ചിരുന്നു. അതിനകത്ത് കുട്ടികൾക്ക് പ്ലേ വേ ആയിട്ടുള്ള സംബന്ധിക്കുന്ന ഒരുപാട് കളി ഉപകരണങ്ങളും ഒക്കെ അവർ പ്രദർശിപ്പിക്കുന്നു. ഇന്നോവേറ്റീവായിട്ട് ആ കുട്ടികൾക്ക് എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാം, എങ്ങനെയൊക്കെ എനർജി റിസോഴ്സ് ഉപയോഗിക്കാം, സോളാറിൻ്റെ എങ്ങനെ ഉപയോഗിക്കാം, പവർ സെക്ടർ എങ്ങനെ ഉപയോഗിക്കാം, അഗ്രികൾച്ചറിൽ എങ്ങനെ ഉപയോഗിക്കാം, ഇതിനെക്കുറിച്ചൊക്കെ ചെറിയ ചെറിയ കളികളിലൂടെ അവർക്ക് അറിവ് കൊടുക്കുന്ന ഒരുപാട് ഗെയിംസും മറ്റു കാര്യങ്ങളും ക്രാഫ്റ്റ് വർക്കുകളും ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഈ സക്ഷം അംഗൻവാടി, പോഷൻ ഭി, പഠായി ഭി. കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു കഴിയുമ്പോൾ അവർ കൂടുതൽ കാര്യം നമ്മുടെ കേരളത്തിൻ്റെ മറ്റുള്ള സ്റ്റേറ്റിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ പല സ്റ്റേറ്റിലും അവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ സ്കൂളിലേക്ക് അയക്കുന്ന രീതിയിലുള്ള ചില കാഴ്ചപ്പാടുകൾ പലയിടത്തും ഉണ്ട്. അപ്പോൾ ഭക്ഷണം കൊടുക്കുന്നതിലൂടെ കുട്ടികളെ ആകർഷിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഒരുപക്ഷെ അത് നമ്മളുടെ സ്റ്റേറ്റിൽ അത്രത്തോളം രീതിയിൽ കണ്ടിട്ട് കുട്ടികൾ പോകുന്നില്ലായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള ഭാരതത്തിലുടനീളം പല ഗ്രാമപ്രദേശങ്ങളും നോർത്ത് ഈസ്റ്റിലൊക്കെ ഏകദേശം 90% ഫണ്ടിങ് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് സ്കൂൾസിന് വേണ്ടിയിട്ട്. 10% മാത്രം മതി അങ്ങനെയുള്ള ഹാർഡ് സ്റ്റേഷൻസിൽ സ്റ്റേറ്റ് എടുക്കേണ്ടത്. അപ്പോൾ അത്രത്തോളം സപ്പോർട്ട് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസത്തിന് ഏകദേശം നമ്മുടെ ഭാരതത്തിലെ GDPയുടെ 6 to 7% നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷെ മറ്റ് വികസിത രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ഇത് കുറവാണെങ്കിലും നമ്മളുടെ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് കൂട്ടാനുള്ള ഒരു ശ്രമവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാനായിട്ടും ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സർക്കാർ സ്കൂളുകളെ കൂടുതൽ മികവുറ്റതാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് PM ശ്രീ എന്ന് പറയുന്നത്. നിലവിലുള്ള സ്കൂളുകളെ PM ശ്രീ പദ്ധതിയിലൂടെ ആധുനികവൽക്കരിക്കുമ്പോൾ അത് പഠന നിലവാരം മെച്ചപ്പെടുത്താൻ എത്രത്തോളം സഹായകരമാകുന്നുണ്ട്? സാധാരണ സർക്കാർ സ്കൂളുകളുടെ നിലവാരം ഉയർത്താൻ ഈ പദ്ധതി അവലംബിക്കാൻ സാധിക്കും? തീർച്ചയായും. കാരണം ഞാൻ അവസാനമായിട്ട് വർക്ക് ചെയ്യുന്നത് ജവഹർ നവോദയ വിദ്യാലയമാണ്. അപ്പോൾ ഭാരതത്തിലെ മിക്കവാറുള്ള എല്ലാ നവോദയ വിദ്യാലയങ്ങളും PM ശ്രീ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും കേന്ദ്രീയ വിദ്യാലയങ്ങളും നവോദയ വിദ്യാലയങ്ങളും PM ശ്രീ സ്കീമിലാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്കൂളിന് ഏകദേശം ഒരു കലയുടെയും അല്ലെങ്കിൽ കായികമായിട്ടുള്ളതും ടെക്നോളജി ബേസിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ ധാരാളം ഡെവലപ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ സാധാരണ ഒരു സ്കൂളിൽ ഒരു കുട്ടിക്ക് ഡാൻസ് പഠിക്കണമെങ്കിൽ നമ്മൾ ഒരുപക്ഷെ അതിൻ്റെ അച്ഛനും അമ്മയും പൈസ മുടക്കി പുറത്ത് കൊണ്ടുപോയിട്ട് ആ കുട്ടിയെ പഠിപ്പിക്കേണ്ടി വരും. PM ശ്രീ സ്കീമിൽ ഒരു 26,000 രൂപ കൊടുത്തിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ടീച്ചറെ മാസത്തിൽ പീരിയോഡിക്കലായിട്ട് ഒരു എക്സ്ട്രാ ക്ലാസ് കൊടുക്കുന്ന ഒരു സ്കീമുണ്ട്. അതുപോലെ ഫിസിക്കൽ എഡ്യൂക്കേഷന് സ്പെഷ്യലായിട്ട് കോച്ചസിനെ വെക്കാനുള്ളതുണ്ട്. അവർക്ക് അതിനുള്ള ഫണ്ടിങ് ഏകദേശം 2 ലക്ഷത്തോളം രൂപ ഒരു വർഷം സ്കൂളിൽ ഇതിനു വേണ്ടി കൊടുക്കുന്നുണ്ട്. ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങാൻ വേണ്ടി തന്നെ കോച്ചിന് സെപ്പറേറ്റ് പൈസയുണ്ട്. അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകൾ, സൈറ്റ് സീയിങ്, മറ്റുള്ള പല സ്ഥലങ്ങളിലും സയൻറ്റിഫിക് ആയിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷന്, അതുപോലെ സ്റ്റഡി ടൂർ പോകാൻ വേണ്ടി എല്ലാ വർഷവും കുട്ടികൾ നമ്മുടെ നാട്ടിലുള്ള സാംസ്കാരികമായിട്ട് ഉയർന്നു നിൽക്കുന്ന മോണുമെൻറ്റ്സോ അല്ലെങ്കിൽ മ്യൂസിയംസോ അങ്ങനെയുള്ള പല വിശിഷ്ട വ്യക്തികളെയൊക്കെ കാണാനും അവരെ വിളിച്ച് ക്ലാസ് എടുക്കാനും ഒക്കെ ഇഷ്ടംപോലെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഫണ്ടിങ് സ്കൂളിന് കൊടുക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ, പിന്നെ സ്കിൽ ലാബ്സ്, കുട്ടികൾക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ റോബോട്ടിക്സും മറ്റുമൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള കൺസ്യൂമർ മെറ്റീരിയൽ സ്കിൽ ലാബ്സ്, ഇതൊക്കെ PM ശ്രീ ഫണ്ടിലാണ്. ഇൻഫ്രാസ്ട്രക്ചറും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവർ ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്. ധാരാളം ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സസ് നടത്താൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സ് പേഴ്സണുള്ള സെക്ഷന് വേണ്ടിയുള്ള പൈസയുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ PM ശ്രീ കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഈ ഒരു അഡീഷണൽ ഫണ്ടിങ് കൂടെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓരോ സ്കൂളിൻ്റെ ടെക്നോളജിക്കൽ ബേസിലായിട്ടുള്ള അവരുടെ ഡെവലപ്മെൻറ്റ്സും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സിനും റിസോഴ്സ് കിട്ടുന്ന ടീച്ചേഴ്സിൻ്റെ മറ്റുള്ള എക്സ്പേർട്സിനെ വിളിച്ച് ക്ലാസ് എടുക്കാനുള്ള ഫണ്ടും നമുക്ക് ഒരു വലിയ അനുഗ്രഹമായിരിക്കും. സ്കൂളിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു ഉപകാരമുള്ള കാര്യമായിരിക്കും, വലിയ നേട്ടമായിരിക്കും സർക്കാർ സ്കൂളുകളെയൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ. അടുത്ത ചോദ്യം കേന്ദ്ര പദ്ധതിയായ സമഗ്ര ശിക്ഷാ അഭിയാനെ കുറിച്ചാണ്. പ്രീ സ്കൂൾ മുതൽ 12ാം ക്ലാസ് വരെ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ഈ സംയോജിത പദ്ധതിക്ക് എത്രത്തോളം സാധിച്ചിട്ടുണ്ട്? സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ അണ്ടറിൽ ശരിക്കും പറഞ്ഞാൽ 2021 മുതൽ 2026 വരെയുള്ള ഒരു ഫേസിലാണ് അവരൊരു സ്കീം വെച്ച് തുടങ്ങിയിരുന്നത്. അപ്പം പഠനത്തിൽ കുട്ടികൾക്ക് ഏകദേശം 60% ഫണ്ടിങ് സെൻട്രൽ ഗവൺമെൻറ്റേയും 40% സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും പഠന നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് അവർ ടെക്സ്റ്റ് ബുക്കും ഫ്രീ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സിനും ഒക്കെ ഈ ഫണ്ട്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്കൂളിൻ്റെ പഠന നിലവാരത്തെ ഉയർത്താൻ പറ്റും. അതിൽ കൂടുതലായിട്ട് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള പഠനം
ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള പഠനം, ഇതിനൊക്കെ കൂടുതൽ സപ്പോർട്ട് നൽകുന്ന ഒരു രീതിയാണ്. തീർച്ചയായിട്ടും അത് സ്കൂളിൻ്റെ പുതിയ, അതായത് വരുന്ന കാലഘട്ടത്തിലെ കോമ്പറ്റിറ്റീവ് എക്സാംസിനെയും അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ വരുന്ന പുതിയ ടെക്നോളജിയും പുതിയ വിദ്യാഭ്യാസത്തിൻ്റെ സാങ്കേതിക മികവിനെയൊക്കെ ഒന്നുകൂടെ കണക്ട് ചെയ്ത് സ്കൂൾ തലത്തിൽ തന്നെ കൊണ്ടുപോകാൻ ഈ ഒരു പദ്ധതിക്ക് കഴിയുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാര്യം പുതിയ തലമുറയ്ക്ക് എപ്പോഴും ഭാവിയിൽ ഉണ്ടാകുന്ന ആ ഒരു ടെക്നോളജിക്കൽ ഹൈക്കിനെ എപ്പോഴും അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും ആ സാങ്കേതികത കൂടി നമുക്ക് സ്കൂളിലേക്ക് വന്നെങ്കിൽ മാത്രമേ ലോകത്ത് എന്ത് നടക്കുന്നു, മറ്റുള്ള രാജ്യങ്ങളിൽ എന്ത് നടക്കുന്നു, അതിന് നമുക്ക് കോമ്പറ്റൻ്റ് ആണോ, നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ രീതിയിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ്. നമ്മൾ ഓൺലൈനിലായിട്ട് തന്നെ ഇപ്പം നമുക്ക് പലപ്പോഴും ക്ലാസ്സുകൾ എടുക്കാൻ പറ്റും. അതുപോലെ ആഗ്മെൻറ്റ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി ഒക്കെ ക്ലാസ് റൂമിൽ തന്നെ നടത്തിയിട്ട് നമുക്ക് ഏതൊരു സ്ഥലത്തെ നമുക്ക് കാണിച്ച് കുട്ടികളെ അത് കൂടുതൽ വളരെ അടുത്ത് നിന്ന് കാണുന്ന രീതിയിൽ തന്നെ നമുക്ക് എടുക്കാനുള്ള സൗകര്യങ്ങൾ ടെക്നോളജി ബേസിലും നടക്കുന്നുണ്ട്. ഏത് സ്ഥാപനത്തിൻ്റെ വേണമെങ്കിലും റിസോഴ്സ്. അതുപോലെ തന്നെ വേറെ ഒരു ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത എന്ന് പറഞ്ഞ ഒരു സ്കീമുണ്ട്. അതിനകത്തോടെ ഒരു സ്റ്റേറ്റിനെ മറ്റൊരു സ്റ്റേറ്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പെയർഡ് സ്റ്റേറ്റ് എന്ന് പറയും. ഇപ്പോൾ കേരളത്തിന് ഹിമാചൽ പ്രദേശമായിട്ട്, അപ്പോൾ അവിടുത്തെ കലയും സംസ്കാരവും അതുപോലെ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സ്കൂളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആ ഒരു പ്രത്യേക സ്റ്റേറ്റിനെ മനസ്സിലാക്കാൻ, അങ്ങനെ ഓരോ സ്റ്റേറ്റിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹിന്ദി ഏരിയ, നോൺ ഹിന്ദി ഏരിയ, ഇങ്ങനെ ലാംഗ്വേജ് തമ്മിൽ വരെ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് കിട്ടുന്ന രീതിയിലാണത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കുട്ടികൾക്ക് കുറച്ചുകൂടെ വിശാലമായിട്ട് ചിന്തിക്കാനും ലോകത്തെ കുറച്ചുകൂടെ അവർക്ക് കയ്യെത്തുന്ന ദൂരത്തിലേക്ക് കൊണ്ടെത്തിക്കാനൊക്കെ ഇതിലൂടെ സാധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി വിദ്യാർത്ഥികൾക്ക് പഠന ആവശ്യത്തിനുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ സർക്കാർ ചില പദ്ധതികളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വായ്പാ പദ്ധതിയായ വിദ്യാലക്ഷ്മി പദ്ധതിയൊക്കെ അത്തരത്തിലുള്ളതാണ്. ഈ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് വിശദീകരിക്കാൻ പറ്റുമോ? വിദ്യാലക്ഷ്മി പദ്ധതി എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് സാധാരണഗതിയിൽ പലിശ ഇല്ലാതെ തന്നെ നമുക്ക് ലോൺ കൊടുത്തിട്ട് ഏകദേശം 15 വർഷം അവരുടെ പഠനം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ട് അതിൻ്റെ തിരിച്ച് അടവ് കാലാവധി എന്നുള്ളതാണ് ഞാൻ അതിന് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ അത് അക്ഷയ സെൻറ്റർ വഴിയൊക്കെ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ അപേക്ഷിച്ചിട്ട് അതിൻ്റെ ഏകദേശം കുട്ടികൾക്ക്, പെൺകുട്ടികൾക്കുമൊക്കെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ കുറവുള്ള കുട്ടികൾക്കാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നതാണ് എൻ്റെ അറിവ്. അപ്പോൾ ആ ഒരു കുട്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിന് സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടിനെ മറികടന്നുകൊണ്ട് തന്നെ വളരെ ടാലൻ്റ് ആയിട്ടുള്ള ഗ്രാമപ്രദേശത്തുള്ള കുട്ടികൾക്ക് ഏത് നിലയിൽ വേണമെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഒരുപാട് സ്കോളർഷിപ്പുകളും ഒക്കെ അതിനോടൊപ്പം തന്നെ അനുവദിച്ചിട്ടുണ്ട്. ഈ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രമുഖ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കാൻ ഈ പദ്ധതികൾ എത്രത്തോളം സഹായിക്കുന്നുണ്ട്? JRF പോലുള്ള ചില കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനകത്ത് ഒരു കുട്ടി, നല്ല ടാലൻ്റ് ആയിട്ടൊരു കുട്ടി പഠിച്ചു വരുമ്പോൾ ആ കുട്ടിക്ക് ഏകദേശം 37,000 റുപ്പീസോളം പെർ മന്ത് അവർക്കൊരു സ്റ്റൈഫൻഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം പഠിക്കാൻ കുറച്ച് മുൻപോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് സാമ്പത്തികം അതിനൊരു ബാധ്യത അല്ലാതെ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ SRF കിട്ടിയിരിക്കുന്ന കുട്ടികൾക്ക് 42,000 രൂപ വരെ സ്റ്റൈഫൻഡായിട്ട് വരുന്നുണ്ട്. പിന്നെ സോഷ്യൽ സയൻസിന് ഏകദേശം 2,000 രൂപ വരെ വാർഷിക വരുമാനം ഉള്ള കുട്ടികൾ, അത് 25-നും 35-നും വയസ്സിന് ഇടയിലുള്ള കുട്ടികൾക്കാണ് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ നമ്മൾ കൊടുക്കുക. അതിൻ്റെ ഒരു ഏജ് ലിമിറ്റും കൂടി വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മളുടെ ഇവിടെ തന്നെയുള്ള റിസോഴ്സ്, യങ്സ്റ്റേഴ്സിൻ്റെ റിസോഴ്സ് പരമാവധി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് റിസർച്ച് ബേസിലുള്ള ഒരുപാട് പ്രോജക്റ്റുകളും ഇതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. കുട്ടികൾ കൂടുതൽ ഗവേഷണങ്ങൾ നടത്തിയിട്ട് അതിലൂടെ ഒരു വികസിത ഭാരതത്തിലേക്കുള്ള ഒരു കാഴ്ചപ്പാടിലും ഓരോരുത്തരുടെയും പ്രയത്നത്തെ കൊണ്ടുവരിക എന്നുള്ളൊരു കാഴ്ചപ്പാടും കൂടി അതിനകത്ത് കാണുന്നുണ്ട്. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്രമായ മാറ്റങ്ങളെയും പരിഷ്കാരങ്ങളെയും സംബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക ചർച്ചയുടെ ആദ്യ ഭാഗം ഇവിടെ സമാപിക്കുന്നു. ഏകോപനം സ്മിതി M. പളുരുത്തി. നിർവഹണ സഹായം കൃഷ്ണ പ്രകൃതി ക്രിസ്റ്റഫർ.